നമുക്കിന്നൊന്ന് പുറത്തു പോവാം. എന്നും ഗ്രാൻഡ് മാളും മെഗാമാളും ഒക്കെ അല്ലേ, ഇന്ന് നമുക്ക് അജ്മാനിലോട്ട് പോകാം. ഇത്രയും നീട്ടി പറയുമ്പോൾ അജ്മാൻ ഇവിടെ നിന്ന് ദൂരെയാണെന്ന് കരുതണ്ട കേട്ടോ. അത്യാവശ്യം നമുക്ക് അടുത്ത് തന്നെയാണ്. ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ആയെങ്കിലും ഇന്നാണ് ഇതിനുള്ള അവസരം കിട്ടിയത്. അങ്ങനെ നമ്മൾ വഴികൾ താണ്ടി അൽ ഹംറിയ റെസ്റ്റോറന്റിൽ വന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു സീ ഫുഡ് റെസ്റ്റോറന്റ് ആണ് കേട്ടോ. അജ്മാൻ ഫിഷ് മാർക്കറ്റിന് നേരെ ഓപ്പോസിറ്റ്. വന്നതും നമുക്കിഷ്ടമുള്ള ഫിഷൊക്കെ നമ്മൾ ചൂസ് ചെയ്തു കേട്ടോ. എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിക്കണം എന്നുള്ളത്. ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനത്തെ വീഡിയോ കാണുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ കലേശേനെ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. പിന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇതായിരുന്നില്ല, ഈ സീ ഫുഡ് ബക്കറ്റില്ലേ അതായിരുന്നു. പക്ഷെ എന്നാലും ഇത് വന്നു. ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ശരിക്കും എനിക്കറിയില്ല അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുള്ളത്. സാധാരണ ഈ നൈറ്റൊക്കെ ഫുഡ് കഴിക്കാൻ പുറത്ത് പോയിട്ട് വരുമ്പോൾ വയറൊക്കെ ഭയങ്കര ഹെവി ആയതുപോലെ ഫീൽ ചെയ്യാറുണ്ട്, അധികം ഒന്നും കഴിച്ചില്ലെങ്കിലും. പക്ഷെ ഇത് വയറ് നിറച്ചതേ ഈ ഗ്രില്ല് ചെയ്ത ഫിഷൊക്കെ കഴിച്ചെങ്കിലും ഇതിൻ്റെ കൂടെ റൈസും ഉണ്ട് കേട്ടോ. മന്തി റൈസും ഉണ്ട്. ഈ ഒരു യെല്ലോ കളർ റൈസ്, അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. ആ റൈസും ഉണ്ടായിരുന്നു കേട്ടോ. ആവശ്യത്തിന് കഴിച്ചു. എന്നാലും വയറൊക്കെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് കിടക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു. ആ മസാലയൊക്കെ ഞങ്ങളിതവിടെ പറയുകയും ചെയ്തു കേട്ടോ. നമ്മൾ വന്ന് ഇപ്പോൾ ഓർഡർ ചെയ്ത ഫിഷുകളൊക്കെ അല്ലേ അവർക്കിപ്പോൾ ഗ്രില്ല് ചെയ്ത് തന്നിരിക്കുന്നത്. എന്നാൽ ഈ മസാലയൊക്കെ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് അതിനകത്ത് പിടിച്ചിട്ടുണ്ടാവുക, ഈ ടേസ്റ്റൊക്കെ എങ്ങനെയാണ് ഇത്ര കറക്റ്റായിട്ട് വരിക എന്നൊക്കെ. അങ്ങനെ സൂപ്പറായിട്ട് ഫുഡൊക്കെ കഴിച്ചിറങ്ങിട്ടോ. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ചൂട് സമയത്ത് ഇങ്ങനെ പോയി കഴിച്ചപ്പോൾ പ്രത്യേക ഒരു ഫീല്. ഞാനും കലേശേട്ടനും കാത്തുമോളും പ്രദീപേട്ടനും രമ്യേച്ചി അച്ചും അമ്മും ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത്. നല്ല രസമായിരുന്നു കേട്ടോ. കുറേ നാളിന് ശേഷമാണ് എല്ലാവരും കൂടി ഇങ്ങനെ കൂടുന്നത്. കലേശേട്ടൻ വരുന്നതും കാത്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ വന്നു, അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചുള്ള യാത്ര തുടങ്ങി. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു നൈറ്റിന് വേണ്ടിയിട്ട് ഞാൻ അന്നത്തെ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ, അതായത് ഈ ഫുഡ് കഴിക്കുന്നവരെ ഞാൻ ഫുഡ് കഴിക്കാതെ എൻ്റെ വയറിനെ ഞാൻ ഇങ്ങനെ ഒഴിച്ചിട്ടിരുന്നു, ആവശ്യത്തിന് അധികം കഴിക്കാന്നുള്ള രീതിക്ക്. എന്തായാലും സംഭവം കലക്കിട്ടോ. ഇനി ഒരിക്കൽ വേറൊരു സ്ഥലത്ത് പോകണം, അത് പിന്നെ പറയാം.